ആദ്യകാലങ്ങളിൽ നല്ല നല്ല ക്യാരക്ടർ വേഷങ്ങൾ ചെയ്ത് മുന്നേറിയ ഈ നടി പിന്നീട് എവിടെയോ പതറി. അതുകൊണ്ട് തന്നെ സമാന്തര സിനിമകൾ, കച്ചവട സിനിമകൾ, സെക്സ് സിനിമകൾ എന്നീ വേർതിരിവുകൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് നടിയുടെ പതനത്തിനും കാരണമായി. മലയാളത്തിൽ കത്തിക്കയറി നിൽക്കുന്ന സമയത്തായിരുന്നു നടിയുടെ ആത്മഹത്യാ ശ്രമം. നമസ്കാരം, ഏവർക്കും ഗ്രാഫ് ചേഞ്ചറിലേക്ക് സ്വാഗതം. നമസ്കാരം. സ്ലിം ആണ് ബ്യൂട്ടി എന്ന മുദ്രാവാക്യവുമായി ഡയറ്റിൽ തുടങ്ങി ജിംനേഷ്യം, യോഗ പരിശീലനങ്ങൾ ജീവിത ചിട്ടകളാക്കിക്കൊണ്ട് നടക്കുന്ന യുവനടിമാർ. വൻ തുക നൽകി ഫിസിക്കൽ ട്രെയിനേഴ്സിനെ നിഴൽ പോലെ ഒപ്പം കൊണ്ടു നടക്കുന്നവർ ഇപ്പോൾ നിരവധിയാണ്. വലിയ വില കൂടിയ ഡ്രഗ്സ് അടിച്ചാൽ ശരീരം ചീർക്കാതെ സ്ലിം ബ്യൂട്ടികളായി തുടരാം എന്ന വിശ്വാസത്തിൽ ലഹരിക്ക് അടിമകളായി തീരുന്ന സിനിമാ താരങ്ങൾ പോലും ബോളിവുഡിലും മറ്റ് പല ഭാഷാ ചിത്രങ്ങളിലും നിരവധിയാണ്. പക്ഷേ ഈ സിദ്ധാന്തങ്ങൾക്കൊക്കെ തീർത്തും വിപരീതമായിരുന്നു ഒരു കാലത്ത് മാദകറാണിയായി വിലസിയിരുന്ന ഉണ്ണിമേരി എന്ന നടിയുടെ കാര്യം. ബാലനടിയായി വളർന്നു വന്ന ഉണ്ണിമേരി 13ാമത്തെ വയസ്സിൽ തന്നെ നായികാ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ നടിയുടെ രക്ഷിതാക്കൾ തയ്യാറായി. അതിനുവേണ്ടി അവർ ഹോർമോൺ ട്രീറ്റ്മെന്റിന് ഈ നടിയെ വിധേയയാക്കി. ഇന്നത്തെ പോലെ ആയിരുന്നില്ല, മാംസക്കൊഴുപ്പുള്ള നായികമാരെ ആയിരുന്നു അന്ന് പ്രേക്ഷകർക്ക് കൂടുതലും ഇഷ്ടം. 6ാം വയസ്സിൽ നവവധു, ശ്രീ ഗുരുവായൂരപ്പൻ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി തിളങ്ങിയ ഉണ്ണിമേരി ബേബി കുമാരി എന്ന പേരിലായിരുന്നു ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ഹോർമോൺ ട്രീറ്റ്മെന്റിലൂടെ ആ 13കാരിയുടെ ശരീരം കൊഴുത്തു പുഷ്ടിപ്പെട്ടപ്പോൾ നായിക പ്രാധാന്യമുള്ള വേഷങ്ങൾ നടിയെ തേടിയെത്തി. 1975 ശശികുമാറിന്റെ പിക്നിക് എന്ന ചിത്രത്തിൽ വിൻസെന്റിന്റെ നായികയായിട്ടായിരുന്നു അരങ്ങേറ്റം. അതേ വർഷം തന്നെ അന്നത്തെ സൂപ്പർ സ്റ്റാറായ പ്രേം നസീറിന്റെ അഷ്ടമി രോഹിണി എന്ന ചിത്രത്തിൽ നായിക പദവി ലഭിച്ചത് ഉണ്ണിമേരിക്ക് ഒരു വലിയ അംഗീകാരമായിരുന്നു. മകളെ പ്രേം നസീറിന്റെ നായികയാക്കുക എന്നത് അമ്മ വിക്ടോറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു വാശിയായിരുന്നു. തനിക്ക് നിഷേധിക്കപ്പെട്ട സൗഭാഗ്യം മകളിലൂടെ നേടിയെടുക്കണമെന്നത് ആ അമ്മയുടെ ഒരു വ്രതം കൂടിയായിരുന്നു. മകൾ ഉണ്ണിമേരിയെ പോലെ തന്നെ സുന്ദരിയായിരുന്നു ആദ്യകാലങ്ങളിൽ വിക്ടോറിയയും. ആകാര വടിവും സൗന്ദര്യവും ഒത്തിണങ്ങിയ വിക്ടോറിയയ്ക്ക് പ്രേം നസീറിന്റെ നായികയാവാനുള്ള ഒരു അവസരം തേടിയെത്തിയെങ്കിലും കുടുംബക്കാരുടെ എതിർപ്പിനെ തുടർന്ന് അത് നിരസിക്കേണ്ടി വന്നു. സിനിമ അഭിനയം അവിവാഹിതയായ വിക്ടോറിയയുടെ ഭാവി ജീവിതത്തിന് വിഘ്നമുണ്ടാക്കും എന്ന പേടി കാരണമായിരുന്നു രക്ഷിതാക്കൾ അന്ന് എതിർത്തത്. പക്ഷേ വിവാഹശേഷം അഗസ്റ്റിൻ ഫെർണാണ്ടസ് എന്ന ഭർത്താവിലൂടെ ഉണ്ണിമേരി എന്ന കുഞ്ഞു പിറന്നപ്പോൾ അമ്മ വിക്ടോറിയ നോറ്റ ശപഥമായിരുന്നു മകളെ ഒരു സിനിമാ നടി ആക്കുക എന്നത്. അത് തന്റെ യൗവനത്തിൽ തനിക്ക് നഷ്ടമായ പ്രേം നസീറിന്റെ നായിക പദം തന്നെ മകളിലൂടെ ആ അമ്മ നേടിയെടുത്തു. കണ്ണപ്പനുണ്ണി, തച്ചോളി അമ്പു, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്നിങ്ങനെ ഉദയ പ്രൊഡക്ഷൻസിന്റെ വടക്കൻ പാട്ട് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്ത് ഉണ്ണിമേരി പെട്ടെന്ന് തന്നെ മുൻനിരയിലെത്തി. ആ കാലങ്ങളിൽ കുഞ്ചാക്കോ മുതലാളിയുടെ ലിസ്റ്റിലെ ഇഷ്ടനടിയാവാനുള്ള ഭാഗ്യം ഉണ്ണിമേരി നേടിയെടുത്തിരുന്നു. കുഞ്ചാക്കോയുടെ മകൻ ബോബനുമായുള്ള ഗോസിപ്പ് വാർത്തകൾ അന്നത്തെ ചില സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ ഹോട്ട് ന്യൂസായി വന്ന കാര്യം സിനിമാ വൃത്തങ്ങളിൽ ചിലർ ഇപ്പോഴും ഓർമ്മിക്കുന്നു. തെന്നിന്ത്യൻ ഭാഷകളിലായി ഏതാണ്ട് 300-ലധികം ചിത്രങ്ങളിൽ ഉണ്ണിമേരി അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്കു, കന്നഡ എന്നീ ഭാഷകളിൽ ദീപ എന്ന പേരിലാണ് ഉണ്ണിമേരി അറിയപ്പെട്ടിരുന്നത്. കമലിന്റെ കൂടെ ഉല്ലാസപ്പറവകൾ, വീണ്ടും കോകില, രജനിയോടൊപ്പം ജോണി എന്നിങ്ങനെ ഒട്ടനവധി തമിഴ് ചിത്രങ്ങൾ. റോസാപ്പൂ റൗക്കക്കാരി, മുന്താനെ മുടിച്ച് എന്നീ ചിത്രങ്ങൾ ശ്രദ്ധേയമാണ്. മുന്താനെ മുടിച്ച് എന്ന ചിത്രത്തിൽ ഭാഗ്യരാജിനോടൊപ്പമുള്ള വാ വാ വാദിയാരെ വാ വാഞ്ചിക്കൂടി എന്ന ഗ്ലാമർ സോങ് തെന്നിന്ത്യയിലെ എല്ലാ തിയേറ്ററുകളിലും അക്കാലത്ത് കോളിളക്കമുണ്ടാക്കിയ ഒരു മാദക നൃത്തമായിരുന്നു. ആ പാട്ടിലൂടെ ദീപ എന്ന മാദക റാണി യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്ന സുന്ദരിയായി മാറി. അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിലെ അഭിസാരികയുടെ വേഷത്തിലൂടെ നല്ലൊരു അഭിനേത്രി കൂടിയാണ് താനെന്ന് ഉണ്ണിമേരി തെളിയിച്ചു. പത്മരാജന്റെ തന്നെ കരിയില കാറ്റുപോലെ, തിങ്കളാഴ്ച നല്ല ദിവസം, നൊമ്പരത്തി പൂവ്, കാണാമറയത്ത് എന്നീ ചിത്രങ്ങളിലും ശ്രദ്ധേയമായ ക്യാരക്ടർ റോളുകളായിരുന്നു ഈ നടിക്ക് ലഭിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ നല്ല നല്ല ക്യാരക്ടർ വേഷങ്ങൾ ചെയ്ത് മുന്നേറിയ ഈ നടി പിന്നീട് എവിടെയോ പതറി. അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അനുജൻ എന്നിങ്ങനെ ഒരു കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ഈ നടിയുടെ ഉത്തരവാദിത്തമായതിനാൽ കിട്ടുന്ന വേഷങ്ങളെല്ലാം വാരി വലിച്ചു ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ സമാന്തര സിനിമകൾ, കച്ചവട സിനിമകൾ, സെക്സ് സിനിമകൾ എന്നീ വേർതിരിവുകൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത് നടിയുടെ പതനത്തിനും കാരണമായി.
ചിത്രങ്ങളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പാകപ്പിഴകളാണ് ഉണ്ണിമേരി എന്ന നടിയുടെ കരിയർ ഗ്രാഫ് താഴേക്ക് പോകാനുള്ള ആദ്യ കാരണം. പണവും പ്രശസ്തിയും ഒഴുകിയെത്തിയപ്പോൾ അമ്മ വിക്ടോറിയയുമായി നടി പിണങ്ങിപ്പിരിയാനും ഇടയായി. പിന്നീട് നടിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് സ്വന്തം മാനേജർ ആയിരുന്നു. പണം വെട്ടിപ്പിടിക്കാനുള്ള മാനേജറുടെ കുറുക്കുവഴികൾ നടിക്ക് തന്നെ പിന്നീട് ദോഷം ചെയ്തിട്ടുണ്ട്. നിർമ്മൽ ക്രിയേഷൻസ് എന്ന ബാനറിൽ സിനിമാ നിർമ്മാണവും ഇതിനിടയിൽ ഉണ്ണിമേരി ആരംഭിച്ചു. ആദ്യ ചിത്രം അനൗൺസ് ചെയ്തത് കന്നഡയിലെ പ്രശസ്ത ടൈഗർ പ്രഭാകരൻ എന്ന നടനെ നായകനാക്കിക്കൊണ്ടായിരുന്നു. ഒപ്പം രാധാ രവിയെ നായകനാക്കി ഒരു തമിഴ് ചിത്രവും തുടങ്ങി. രണ്ടിലും ദീപ എന്ന ഉണ്ണിമേരി തന്നെയായിരുന്നു നായിക. കന്നഡയിലും തമിഴിലും ആ 2 ചിത്രങ്ങളും 8 നിലയിൽ പൊട്ടി. നിർമ്മാണ സംരംഭത്തിലൂടെ നല്ലൊരു സാമ്പത്തിക ബാധ്യത നടി തന്നെ സ്വയം വരുത്തിവെച്ചു. മലയാളത്തിൽ കത്തിക്കയറി നിൽക്കുന്ന സമയത്തായിരുന്നു നടിയുടെ ആത്മഹത്യാ ശ്രമം. പത്മരാജന്റെ രചനയിൽ IV ശശി സംവിധാനം ചെയ്ത കാണാമറയത്ത് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലായിരുന്നു പ്രസ്തുത സംഭവം. ഷൂട്ടിംഗ് സ്ഥലത്തെ ഹോട്ടലിൽ നടി തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. നടിയെ കാണാൻ അച്ഛൻ ഹോട്ടലിൽ എത്തിയിരുന്നു. പക്ഷേ ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം മകൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിലേക്ക് സ്വന്തം അച്ഛനെ കടത്തിവിടാൻ ഹോട്ടൽ അധികൃതർ തയ്യാറായില്ല. മകളെ നേരിൽ കണ്ടേ പോവുള്ളൂ എന്ന വാശിയിൽ അച്ഛൻ റിസപ്ഷനിൽ ഇരിപ്പുറപ്പിച്ചു. അച്ഛൻ റിസപ്ഷനിൽ കാത്തിരിക്കുന്ന കാര്യം ചിലർക്ക് വേണ്ടി മനഃപൂർവ്വം നടിയെ അറിയിച്ചുമില്ല. മകളെ കാണാനാവാതെയാണ് അച്ഛൻ അന്ന് തിരിച്ചുപോയത്. പിറ്റേന്ന് അച്ഛൻ തന്നെ കാണാൻ വന്നതും ചിലർ തന്നെ അറിയിക്കാതെ തിരിച്ചയച്ചതുമായ കാര്യങ്ങൾ നടി അറിയാനിടയായി. അതിന്റെ ദുഃഖത്തിലാവാം കാലത്ത് പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞെത്തിയ നടി അമിതമായ ഉറക്ക ഗുളിക കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പ്രൊഡക്ഷൻ ബോയ് വന്ന് വാതിലിൽ തട്ടിയിട്ടും തുറക്കാത്തതിനെ തുടർന്ന് പ്രസ്തുത ചിത്രത്തിലെ നായക നടനായ മമ്മൂട്ടിയാണ് അകത്തു നിന്നും ലോക്ക് ചെയ്ത ഡോർ ചവിട്ടി തുറന്ന് കുഴഞ്ഞു വീണ് കിടക്കുന്ന നടിയെ വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. 2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ആരോഗ്യസ്ഥിതി നോർമൽ ആയെങ്കിലും ലൊക്കേഷനിൽ വെച്ചുള്ള നടിയുടെ ആത്മഹത്യാ ശ്രമം പൊടിപ്പും തൊങ്ങലും കലർത്തി അന്നത്തെ പത്രമാധ്യമങ്ങൾ ആഘോഷമാക്കി. ഇതര ഭാഷകളിൽ ദീപ എന്ന പേരിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയ പ്രവേശനത്തിനും ഉണ്ണിമേരി ഒരു ശ്രമം നടത്തിയിരുന്നു. മധുര ജില്ലയിലെ ഒരു MP സ്ഥാനമായിരുന്നു നടിയുടെ ആഗ്രഹം. കോൺഗ്രസിലെ ലോക്കൽ നേതാക്കളുടെ പ്രോത്സാഹനത്തോടെ ഡൽഹിയിൽ ചെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ നേരിൽ കണ്ട് നടി പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. മാതകറാണി ദീപയുടെ രാഷ്ട്രീയ പ്രവേശനം വെണ്ടയ്ക്ക അക്ഷരത്തിൽ മാധ്യമങ്ങൾ വാർത്തയാക്കി. പക്ഷേ ഇലക്ഷൻ സമയമായപ്പോൾ രാഷ്ട്രീയ നേതൃത്വം നടിയെ തഴഞ്ഞു. രാഷ്ട്രീയ പ്രവേശനത്തിന്റെ പേരിൽ നല്ലൊരു സമ്പാദ്യം നഷ്ടപ്പെടുത്തിയത് മിച്ചം. സങ്കടത്തോടെ നടി പാർട്ടി അംഗത്വം രാജിവെച്ചു. സിനിമാ മേഖലയും രാഷ്ട്രീയ പ്രസ്ഥാനവുമെല്ലാം പരീക്ഷിച്ചും പരാജയപ്പെട്ട നടി ഭക്തി മാർഗത്തിലാണ് ഇപ്പോൾ ശാശ്വതമായ ഒരു അഭയസ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത്. താൻ ചെയ്ത പാപങ്ങളെല്ലാം മനസ്സാലെ കഴുകിക്കളയാൻ ക്രിസ്തീയ ധ്യാന കേന്ദ്രങ്ങളിൽ നടി ഉപവാസം ഇരിക്കുന്നു. ബൈബിൾ വായനയിലൂടെയും സുവിശേഷ വചനങ്ങളിലൂടെയും ശേഷിച്ച ജീവിതം സന്തോഷകരമായി ചിലവഴിക്കുന്നു. എറണാകുളം കത്രിക്കടവിലെ വീട്ടിൽ നല്ലൊരു കുടുംബിനിയായി ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നു. എറണാകുളം സെന്റ് തെരേസസിലാണ് ഉണ്ണിമേരി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതെങ്കിലും 13ാമത്തെ വയസ്സ് മുതൽ നായികാ സ്ഥാനത്ത് സജീവമാകേണ്ടി വന്നതിനാൽ തുടർ വിദ്യാഭ്യാസം ഒരു പ്രശ്നമായിരുന്നു. ആ ഘട്ടത്തിലാണ് എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായ റിജോയ് ട്യൂഷൻ മാസ്റ്ററായി എത്തുന്നത്. യുവാവായ റിജോയും നടിയും തമ്മിൽ പിന്നീട് പ്രണയബദ്ധരാകുന്നു. 1982 ഇരുവരും മതാചാര പ്രകാരം എറണാകുളത്ത് വെച്ച് തന്നെ വിവാഹിതരായെങ്കിലും സിനിമ അഭിനയം നിർത്താൻ നടി തയ്യാറായിരുന്നില്ല. അതിന്റെ പേരിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഒരു നിഴൽ പോലെ നടിക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് നല്ലൊരു ഭർത്താവായി റിജോയ് നടിക്കൊപ്പം ഉണ്ടായിരുന്നു. ആ ബന്ധത്തിൽ പിറന്ന നിർമ്മൽ എന്ന ആൺകുഞ്ഞ് ഇപ്പോൾ വിവാഹിതനാണ്. ഉണ്ണിമേരി ഇപ്പോൾ അമ്മൂമ്മയും. ജീവിതകാലത്ത് ഒരുപാട് കയ്പുനീരുകൾ കുടിക്കേണ്ടി വന്ന ഈ നടി മദർ തെരേസയെ നേരിൽ കണ്ടതിന് ശേഷമാണ് ക്രിസ്തീയ മാർഗത്തിലേക്ക് തിരിഞ്ഞതും ഭക്തി മാർഗത്തിലേക്ക് എത്തിച്ചേർന്നതും. ഇപ്പോൾ ബൈബിൾ വചനങ്ങളിലൂടെ നല്ലൊരു ഭാര്യയായി, അമ്മയായി, അമ്മൂമ്മയായി ജീവിതം നയിക്കുകയാണ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ പഴയകാല നടി. കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.rstudio.nexus.com സന്ദർശിക്കുക.